ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയ്ക്ക് അൽതാഫ് സലീം കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ പുള്ളി വളരെ റിസ്ക് പിടിച്ച ബോൾഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവിടെ കാണിച്ചത് എന്ന് മനസ്സിലാക്കാം. ക്യാൻസർ ട്രീറ്റ്മെന്റ് പോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തെ ഡാർക്ക് ഹ്യൂമറിന്റെ സഹായത്തോടെയാണ് അൽതാഫ് അവതരിപ്പിച്ചത്. പുള്ളിയുടെ ഏറ്റവും പുതിയ സിനിമയായ ഓടും കുതിര ചാടും കുതിരയുടെ ട്രെയിലർ വന്നപ്പോൾ പലർക്കും അത് സ്വല്പം ഓവറായിട്ട് തോന്നിയിരുന്നു. അൽതാഫ് ആദ്യം ചെയ്ത സിനിമയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഓടും കുതിര ചാടും കുതിര അതിനൊപ്പം എത്താത്ത സിനിമയാണ് എന്നത് സത്യമാണ്. പക്ഷേ യാതൊരു സ്ട്രക്ചറും ഇല്ലാതെ ഒരു ഐഡിയയും ഇല്ലാതെ അല്ല അൽതാഫ് ഇത്തവണ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് പിടിച്ചിട്ടുള്ളത്. ഡാർക്ക് ഹ്യൂമറിനൊപ്പം മാഡ് ക്യാപ്പ് കോമഡിയും ചേർത്തുകൊണ്ട് ഇത്തവണ അൽതാഫ് അഡ്രസ്സ് ചെയ്യുന്നത് ഡിപ്രഷനെയാണ്. പല സ്ഥലത്തും ഹ്യൂമർ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തവണ കഥയുടെ ഒരു വിശാലമായ സ്വഭാവം പടത്തെ കുറച്ച് എക്സോസ്റ്റിംഗ് ആക്കുന്നുണ്ട്. ഒരു ഫർണിച്ചർ ഷോറൂമിലെ സെയിൽസ്മാൻ ആയിട്ടുള്ള എബിയാണ് നമ്മുടെ നായകൻ. നിധി എന്നൊരു പെൺകുട്ടിയുമായിട്ട് എബി ഇഷ്ടത്തിലാകുന്നു. വളരെ വൈകാതെ തന്നെ അവരുടെ രണ്ടുപേരുടെയും വിവാഹം നിശ്ചയിക്കപ്പെടുന്നു. കല്യാണത്തിന്റെ തലേ ദിവസം നിധിക്കൊരു ആഗ്രഹം, കല്യാണ പന്തലിലേക്ക് ഒരു നല്ല കുതിരയിൽ വേണം എബി വരാൻ. അവസാന നിമിഷം കുതിരയെ ഒപ്പിക്കാൻ എബി ശ്രമിക്കുന്നതും അത് അയാളുടെ ജീവിതത്തെ ഏത് രീതിയിൽ മാറ്റിമറിക്കുന്നു എന്നതുമാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. ഈ സിനിമയുടെ ട്രെയിലറിൽ കാണുന്ന ഒരു മാഡ്നസ് സ്വല്പം കൂടുതൽ തന്നെയാണ്. അത് കാണുമ്പോൾ ഞണ്ടുകളിൽ അൽതാഫ് ഗംഭീരമായി ചെയ്തിട്ടുള്ള സട്ടിലായിട്ടുള്ള കോമഡി പുള്ളി മറന്നുപോയോ എന്ന് വരെ നമുക്ക് തോന്നും. ഈ സിനിമയിലെ ഏറെക്കുറെ എല്ലാ കഥാപാത്രങ്ങളും എന്തെങ്കിലും രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ഇഷ്യൂയിലൂടെ കടന്നു പോകുന്നവരാണ്. മാനസികമായ ബുദ്ധിമുട്ടുള്ളവർ പരസ്പരം സഹായിക്കുന്ന നന്മ നിറഞ്ഞ സെന്റിമെന്റൽ കഥയാക്കാൻ എല്ലാ സ്കോപ്പുമുള്ള ഒരു സിനിമയാണ് ഇത്. പക്ഷേ അൽതാഫ് സ്വന്തം നായകന്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ കഥ പറയാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാനസിക പ്രശ്നമുള്ളവരുടെ സമ്മേളനമാകുന്ന സിനിമ എവിടെയൊക്കെയോ ഒരു മാഡ് ക്യാപ്പ് എന്റർടൈനർ സ്വഭാവത്തിലേക്ക് പോകുന്നുണ്ട്. തേർഡ് ആക്ടിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേയുള്ള സിനിമയിൽ ഒരുപാട് സ്ഥലത്ത് ഡച്ച് ആംഗിളും ഫാസ്റ്റ് ആയിട്ടുള്ള കട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെയൊക്കെ സിനിമ അനാവശ്യമായിട്ട് എക്സെൻട്രിക് ആകുന്നു എന്ന് നമുക്ക് തോന്നുന്നതിന് കാരണം കഥ പറയുന്നത് ഹീറോയുടെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ് എന്നതുകൊണ്ടാണ്. ഫഹദും കല്യാണിയും ലാലും അനുരാജും ഒക്കെയുള്ള ഒന്നാം പകുതിയിലെ കോമഡി നമുക്ക് ഞണ്ടുകളുടെയൊക്കെ ഒരു ഫീല് തരും. ഡയലോഗ് ഹ്യൂമറും ഫാസ്റ്റ് ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളും ഒക്കെ നല്ല രീതിയിൽ പ്രേക്ഷകനെ ആ ഭാഗത്ത് ചിരിപ്പിക്കുന്നുണ്ട്. രേവതി എന്ന കഥാപാത്രം വരുന്ന രണ്ടാമത്തെ ട്രാക്കിലേക്ക് കഥ നീങ്ങുമ്പോഴാണ് തിരക്കഥ സ്വല്പം അണ്ണീവനാകുന്നത്. ആ ട്രാക്കിലേക്ക് നായകനെ എന്തുകൊണ്ടാണ് വലിച്ചു കയറ്റിയത് എന്നത് നമുക്ക് പിന്നീട് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഒരു കയോട്ടിക് സെറ്റപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള അൽതാഫിന്റെ ആഗ്രഹം സീനുകളെ കുറച്ചധികം ഓവറാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം അവസാന ഭാഗത്തേക്ക് നായകന്റെ ഒരു മൊമെന്റ് ഓഫ് റിയലൈസേഷൻ കാണുമ്പോൾ വിചാരിച്ചൊരു സിനിമാറ്റിക് ഹൈ നമുക്ക് കിട്ടാതെ പോകുന്നത്. ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയിൽ ക്യാൻസറിനെ അതിജീവിക്കുക എന്ന ശരിയായ കഥയെ ഒരു ഡിസ്ഫങ്ഷണൽ ഫാമിലി ഡ്രാമ എന്ന ലെയർ ഉപയോഗിച്ച് ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഡിപ്രഷൻ പോലെയുള്ള ഒരു അവസ്ഥ കാണിക്കാനാണ് ഇത്തവണ അൽതാഫ് ശ്രമിക്കുന്നത്. പക്ഷെ അതിന് പുള്ളി ഉപയോഗിക്കുന്നത് നമ്മൾ ബോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ബ്രേക്കപ്പും പാച്ചപ്പും പാട്ടും ഡാൻസുമുള്ള അങ്ങനെ ഒരു തീമുമായിട്ട് നമുക്ക് പെട്ടെന്ന് അസോസിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഫോർമാറ്റ് ഉപയോഗിച്ചിട്ടാണ്. സാധാരണ ഒരു ഡ്രാമ മൂവിയിലുള്ള എല്ലാ സീനുകളും, അതായത് ബ്രേക്കപ്പ് ആകുന്നു, പാച്ചപ്പ് ആകുന്നു, അച്ഛൻ മോട്ടിവേഷൻ കൊടുക്കുന്നു, പ്രിയപ്പെട്ട ആരെയോ നഷ്ടപ്പെടുന്നു, പുതിയൊരാളെ കണ്ടെത്തുന്നു, ഇങ്ങനത്തെ എല്ലാ സംഗതികളും ഈ സിനിമയിലുണ്ട്. പക്ഷേ സ്വല്പം സ്പൂഫ് സ്വഭാവമുള്ള ഡാർക്ക് ഹ്യൂമർ ഇങ്ങനത്തെ എല്ലാ ട്രാക്കിലും അൽതാഫ് ഉപയോഗിക്കുന്നുണ്ട്. ജിൻഡോ ജോർജിന്റെ ഫ്രെയിമുകൾ ഭൂരിഭാഗം സമയത്തും സ്റ്റാറ്റിക് ആയിട്ടുള്ളതാണ്. പക്ഷേ കട്ടുകൾ ഇത്തവണ അത്യാവശ്യം ഫാസ്റ്റ് പേസ്ഡ് ആണ്. കഥയും കഥാപാത്രങ്ങളും തന്നെയാണ് അതിന് കാരണം. സിനിമയെ കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലുള്ള മ്യൂസിക്കാണ് വന്നിരിക്കുന്നത്. വളരെ യുണീക്കായിട്ടുള്ള ഫീലുള്ള സോങ്ങുകളാണ് ഇതിലുള്ളത്. ഞാൻ പ്രകാശനിലും കാർബണിലുമൊക്കെ ഈ ഹ്യൂമർ ഓറിയന്റഡ് ആയിട്ട് കഥാപാത്രങ്ങൾ വരുമ്പോൾ ഫഹദ് വോയിസ് മോഡുലേഷനിൽ ഒരു മാറ്റം കൊണ്ടുവരാറുണ്ട്. സംഭവം സ്വല്പം റിപ്പറ്റേറ്റീവ് ആണെങ്കിലും ഫഹദ് അത് ചെയ്യുമ്പോൾ കാണാനൊരു രസമാണ്. എന്നാൽ ഈ സിനിമയിൽ ആ ഒരു പരിപാടിയെ ചില സീനുകളിൽ, പ്രത്യേകിച്ച് ബാംഗ്ലൂരുള്ള സീനുകളിൽ കുറച്ചധികം പുഷ് ചെയ്യുന്നുണ്ട്. അത് ചെറുതായിട്ടൊരു കല്ലുകടി ആകുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഡിപ്രഷനെ ഡാർക്ക് ഹ്യൂമർ ഉപയോഗിച്ച് അവതരിപ്പിക്കാനാണ് അൽതാഫ് ശ്രമിക്കുന്നത്. സോ ആ ഒരു ട്രാൻസിഷൻ കാണിക്കാൻ എന്തുകൊണ്ടും ഫഹദ് മികച്ചൊരു ചോയ്സാണ്. കല്യാണി അവതരിപ്പിക്കുന്ന നിധി എന്ന കഥാപാത്രം അത്ര ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നില്ല. ക്യൂട്ട് ആൻഡ് ബബ്ലി ഗേൾ ഫ്രണ്ട് എന്ന സംഭവമാണ് കല്യാണി ഇവിടെ ചെയ്യുന്നത്. ലോക എന്ന സിനിമയിൽ കല്യാണിക്ക് വേണ്ടി സയനോര ചെയ്ത ഡബ്ബിങ് വളരെ മികച്ചതായിരുന്നു. എന്നാൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പെർഫോമൻസിലെ എനർജിയും ഡബ്ബിങ്ങിലെ എനർജിയും തമ്മിൽ പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. കോട്ട ഫാക്ടറി എന്ന സീരീസിലൊക്കെ ഉള്ള രേവതി പിള്ളയാണ് രേവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സാമാന്യം നല്ല പ്രകടനം തന്നെയായിരുന്നു അവരുടേത്. സെൽഫ് ട്രോളിംഗ് ആയിട്ടുള്ള ലാലിന്റെ കഥാപാത്രം നമ്മളെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്. വിനയ് ഫോർട്ടിന് ലഭിച്ചിട്ടുള്ള ക്യാരക്ടർ സാമാന്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണെങ്കിലും മൊത്തത്തിലുള്ള ക്രൗഡിൽ ആ കഥാപാത്രം അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. വാഴയിലൊക്കെ ഉണ്ടായിരുന്ന അനുരാജിന് ഈ സിനിമയിൽ ഫഹദിന്റെ ഒപ്പം സാമാന്യം ഓർത്തിരിക്കാവുന്ന ഒരു കഥാപാത്രത്തെ കിട്ടിയിട്ടുണ്ട്. അഡീഷണൽ സ്ക്രീൻ പ്ലേയുടെ ക്രെഡിറ്റും അനുരാജിന് ഈ സിനിമയിലുണ്ട്. കാണുന്നവർക്കും ഉണ്ടാക്കിയവർക്കും ഒരേപോലെ റിസ്കി ആയിട്ടുള്ള ഒരു സിനിമയാണ് ഒരർത്ഥത്തിൽ ഓടും കുതിര ചാടും കുതിര.
ഒട്ടും കൺവെൻഷണൽ അല്ലാത്ത രീതിയിലുള്ള ഈ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് കാരണം പല സ്ഥലത്തും നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അതേസമയം ഈ ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള അപ്രോച്ച് കാരണം ചില പ്രധാനപ്പെട്ട ഏരിയയിലെ സീനുകൾ സ്വല്പം ഓവറായി പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അൽതാഫ് സലീമിൻ്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ള ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള നിങ്ങളുടെ അബ്സല്യൂട്ട് ഫേവറിറ്റ് എന്നൊക്കെ പറയാവുന്ന ലിസ്റ്റിലുള്ള സിനിമയാണെങ്കിൽ ഓടും കുതിര ചാടും കുതിര കണ്ടിരിക്കാവുന്ന അത്യാവശ്യം ഹ്യൂമറൊക്കെയുള്ള ഒരു പരീക്ഷണ ചിത്രമായിട്ട് തോന്നിയേക്കാം. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്